ജോലി ചെയ്ത് മടുത്തടാ. ഞാനൊരു പാർട്ട്ണർ അന്വേഷിച്ചോണ്ടിരിക്കുക. സഞ്ജുവിന്റെ പ്ലാൻ എന്താ? എനിക്ക് ജോലി ചെയ്യാനേ മടിയാ. ഞാൻ അന്വേഷിക്കേണ്ട ഒരു പാർട്ട്ണറെ. എന്നിട്ട് പാർട്ട്ണറെ പറ്റിച്ച് ജീവിക്കാനാ? നീ ഒരു പാർട്ട്ണറെ നോക്കുന്നുണ്ട്, എനിക്കൊരു പാർട്ട്ണറെ വേണം. ഇപ്പൊ നമ്മൾ തമ്മിലൊരു പാർട്ട്ണർഷിപ്പ് ആയില്ലേ? ആ ഷിപ്പിനെ നമുക്കൊരു ടൈറ്റാനിക് ആയി കണ്ടിട്ട് അതിന്റെ തുമ്പത്ത് നമുക്ക് ഇരട്ടക്കാക്ക ചിറകുണക്കണ പോലെ ഇങ്ങനെ നിന്നിട്ട് പോവാലോ. ഈ ഐസ്ബർഗിന്റെ പ്രത്യേകത എന്താ അറിയോ? തുമ്പ് മാത്രം ഇങ്ങനെ പൊന്തിക്കുള്ളൂ, ഉള്ളിലായിരിക്കും അതിന്റെ മൊത്തം പ്രശ്നങ്ങള്. അതേപോലെ ഇവള് പുറമെ എത്ര ഉള്ളെങ്കിലും ഉള്ളിൽ ഫുള്ള് തൊരടുത്തരാ. എന്തിനാ ജോണപ്പ ഈ ബർഗറിന്റെ ഇടയിൽ ഒറ്റ ലെയർ ചീസ് ഇരിക്കണ പോലെ ഞങ്ങളുടെ ഇടയിൽ ശല്യം ചെയ്യാൻ വന്നിരിക്കണ? നിനക്കൊന്നും മാറിയിരുന്നോടാ അങ്ങോട്ട്. നിനക്ക് എക്സാം അല്ലേ, പോയി പഠിച്ചോടാ. വെക്കേഷൻ ആണെങ്കിൽ വല്ല മണ്ണപ്പം ചുട്ടട്ട വല്ല കശുവണ്ടി വറുത്തിട്ട മാവുമ്പോ കയറി എന്തെങ്കിലും ചെയ്യടാ. എന്തിനാ എന്റെ പാർട്ട്ണറുടെ മൃദുവായ പ്രതലത്തിൽ തൊട്ട് അവിടെ കുരു വരുത്തണം? എനിക്ക് കുരു പൊട്ടിക്ക് അത്ര വലിയ ആഗ്രഹം. നീ എന്റെ പൊട്ടിച്ചോ? പൊട്ടിക്ക്. നീ ഇത് ഏത് പാർട്ട്ണറിന്റെ കാര്യം പറയണേ? ഞാൻ എന്റെ ബിസിനസ് പാർട്ട്ണറിന്റെ കാര്യം പറഞ്ഞേ. മതി, അതെങ്കിൽ അത് ഞാൻ റെഡി. അല്ല മോനെ, എന്റെ എന്ത് ബിസിനസ് പ്ലാൻ ആണെന്ന് വിചാരിച്ചിട്ടാ? എന്ത് ബിസിനസ് ആയാലും ഇപ്പൊ എന്ത്? നീ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഞാൻ കണ്ണും പൂട്ടി ഇൻവെസ്റ്റ് ചെയ്യും. 1 CR. മോനെ എവിടെന്ന് ഇതിന്റെയൊക്കെ പൈസ ഞാൻ ഉണ്ടാക്കും. അപ്പാവനാണ് പൈസ മേടിക്കാനുള്ള വിചാരം. മോന്റെ വിചാരം തന്നെ ഞാൻ മുടക്കും. ഞാൻ എന്റെ അപ്പന്റെ ഇന്നലെ വാങ്ങണം, നിന്റെ അപ്പന്റെ ഇന്നല്ലോ. നിനക്ക് എന്ത് വെറുതെ ഉണ്ടാവും? നീ നിന്റെ അപ്പന്റെ കാര്യം നോക്കിയാ വേണ്ടാ. നീ പേടിക്കണ്ടാട്ടാ, നിന്റെ സഞ്ജുവിനെ ഞാൻ എന്റെ ബിസിനസ് പാർട്ട്ണർ ആക്കില്ല. എന്റെ മൂത്ത നീ അങ്ങനെ പറഞ്ഞേ. എനിക്ക് പ്രോഫിറ്റ് ഷെയർ ഒന്നും വേണ്ട, ടോട്ടൽ ലോസ് ആയാലും ഒരു പ്രശ്നമില്ല. എനിക്ക് നീ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മാത്രം മതി. വേറെ ആരെ ഞാൻ പാർട്ട്ണർ ആക്കിയാലും നിന്നെ ഞാൻ പാർട്ട്ണർ ആക്കില്ല.